ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയും ഇതൊരു വാഹനമാണ്. ഇന്നലെ രാത്രി ഈ വീട്ടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന വാഹനമാണ്. ഈ വാഹനത്തിലേക്ക് ഷെല്ല് വന്ന് പതിച്ചതാണ് ഈ കാണുന്നത്. ഇത്തരത്തിൽ വലിയ ആഘാതം എന്താണെങ്കിലും ആ ഷെല്ല് ഈ വാഹനത്തിൽ ഉണ്ടാക്കി വലിയ കേടുപാടുകൾ ഉണ്ടാക്കി എന്നത് യാഥാർത്ഥ്യമാണ്. ഈ വാഹനത്തിന് മാത്രമല്ല ഈ വീടിന്റെ പല ഭാഗങ്ങളിലും സമാനമായ കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതൊക്കെ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ വാഹനങ്ങളും അവരുടെ വീടുകളൊക്കെയാണ്. ഈ വീടുകളൊക്കെയാണ് ഈ ഷെല്ലാക്രമണത്തിൽ വലിയ രീതിയിൽ തകർന്നിരിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആളുകളൊക്കെ ഒരുപാട് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ രാവിലെ ഷെല്ലാക്രമണം ഉണ്ടായത് കണ്ട് അറിഞ്ഞ് ഇവിടെ വന്ന ആളുകളാണ്. അതോടൊപ്പം തന്നെ ഈ ഷെല്ലുകൾ പതിച്ചിട്ട് ഷെല്ലിന്റെ മറ്റ് അവശിഷ്ടങ്ങൾ ഈ വീടിന്റെ ഭിത്തികളിലേക്കും അതോടൊപ്പം തന്നെ ജനലുകളിലേക്കൊക്കെ തെറിച്ച് നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ ഷെല്ല് പൊട്ടിയതിനു ശേഷം വന്ന് തെറിച്ചു കൊണ്ട പാടുകളാണ്. അത്തരത്തിൽ വന്നുകൊണ്ട് ഷെല്ല് പതിച്ച് ഭിത്തിയിലടക്കം വലിയ കേടുപാടുകൾ, ഭിത്തിയുടെ ഭാഗങ്ങളൊക്കെ ഷെല്ല് പതിഞ്ഞ ഭാഗം അത്തരത്തിൽ സിമന്റ് കൊണ്ട് തേച്ച ഭാഗമൊക്കെ തകർന്ന് തരിപ്പണമായിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ചില്ലുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ ഈ ഷെല്ല് വന്ന് പതിച്ച് അതിന്റെ ഷെല്ലിന്റെ ബാക്കി ചീളുകൾ അടിച്ചത്. അതായത് ഷെല്ലി വീടിന്റെ പരിസരങ്ങളിലൊക്കെ വന്ന് പതിക്കുക, അതിൽ ചീളുകൾ അടിച്ച് അത്തരത്തിൽ തകരുകയും ചെയ്ത് നമുക്ക് ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ ജനലുകൾ പൂർണ്ണമായും തകർന്നിരിക്കുന്നു. നമുക്ക് 4 പാളി ജനലാണ്. ഈ ജനലുകൾ പൂർണ്ണമായും തകർന്ന് നിലത്ത് വീണെടുക്കുന്ന കാണാൻ കഴിയും. ഇത്തരത്തിൽ വലിയ സാഹചര്യമാണ് ഇവിടെ ഉണ്ടായത്. വലിയ പ്രതിസന്ധി ഇവർക്ക് ഉണ്ടായി എന്നത് യാഥാർത്ഥ്യമാണ്. പലരും വലിയ പേടിയിലാണ് ഒക്കെ ജീവിക്കുകയും ചെയ്യുന്നത്.